ഹായ് ഓൾ, നിതിൻ ശേഖറാണ്. അപ്പോൾ നമുക്കൊരു പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ട്. CMA ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഉള്ളത്. നമുക്കറിയാം ഡിസംബർ 5 എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ CMA ഫൗണ്ടേഷൻ നോട്ടിഫിക്കേഷൻ CMA ഫൗണ്ടേഷൻ എക്സാം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ICMA കണ്ടക്ട് ചെയ്യുന്ന CMA ഫൗണ്ടേഷൻ എക്സാം ഡിസംബർ 25 അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം അല്ലെങ്കിൽ എക്സാം നോട്ടിഫിക്കേഷനാണ് ഇവിടെ വന്നേക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹോം ബേസ്ഡ് എക്സാം ആണ്. ഈവൻ മൊബൈലിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹോം ബേസ്ഡ് ഓൺലൈൻ എക്സാം ആണ്. നവംബർ 25 എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഡേറ്റ് എന്ന് പറയുന്നത് 25 നവംബർ 2020 വെനസ്ഡേ ആണ്, കമ്മിങ് വെനസ്ഡേ. ടൈം എന്ന് പറയുന്നത് കറക്റ്റ് 10 AM സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോപ്പർ 10 AM ഓൺലൈനാണ്. അപ്പോൾ കറക്റ്റ് 10 AM ലോഗിൻ ചെയ്യാൻ പറ്റും. 10 to 10:25 വരെയുള്ള 2 സബ്ജക്ട്സിനുള്ള ഫണ്ടമെൻറ്റൽസ് ഓഫ് എക്കണോമിക് ആൻഡ് മാനേജ്മെൻറ്റും ഫണ്ടമെൻറ്റൽസ് ഓഫ് അക്കൗണ്ടിങ്ങും. ദെൻ 10:25 to 10:35 എന്തായിരിക്കും, നമുക്കൊരു 10 minutes ബ്രേക്ക് ആയിരിക്കും. നമ്മുടെ ഫൈനൽ അതായത് റിയൽ എക്സാം ഡിസംബർ 5 കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എക്സാമും ഇതേമാതിരിക്കായിരിക്കും നടക്കാൻ പോവുക. ഡിസംബർ 10:35 എന്ത് ചെയ്യും, എഗെയിൻ വീണ്ടും നമുക്ക് സെക്കൻഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. 2 സെഷൻസ് ആയിട്ടാണ് നമുക്ക് എക്സാംസ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 10:35 അത് 11 മണി വരെ ആയിരിക്കും. പേപ്പർ 3ഉം 4ഉം ആണ് നടക്കുന്നത്. ലോ ആൻഡ് എത്തിക്സും ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിക്സും ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ എക്സാം ഡീറ്റെയിൽസിലോട്ട് പോകാം. ഓൺലൈൻ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ഡിസംബർ 2020 ഫൗണ്ടേഷൻ കോഴ്സ് എക്സാമിനേഷൻ വിൽ ബി അലൗഡ് ടു അപ്പിയർ ഇൻ ദ മോക്സ് എക്സാം. ഓക്കെ, ഡിസംബർ 2020 എക്സാം അറ്റൻഡ് ചെയ്യാൻ ആരാണോ എലിജിബിൾ ആകുന്നത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡീറ്റെയിൽ ഫോർ ദ അസസ്മെന്റ് ഓഫ് ദ 5th December വിൽ ബി റിലീസ്ഡ് ഷോർട്ട്ലി. ഓക്കെ, 5th December നടക്കാൻ പോകുന്ന ഫൗണ്ടേഷൻ എക്സാമിൻ്റെ അസസ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം ഉടനെ റിലീസ് ചെയ്യും. പ്ലീസ് ചെക്ക് യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ID, ഇൻബോക്സ്, സ്പാം ഫോൾഡർ and mobile for more updates from ICMA. Details will be shared with all other students on their registered mail ID for updates and links of examination. എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഡിസംബർ 5 റിലേറ്റ് ചെയ്തിട്ടുള്ള അസസ്മെന്റ് ഡീറ്റെയിൽസ് ഉടനെ ഷോർട്ട്ലി അവർ റിലീസ് ചെയ്യും. അതുപോലെ എന്നിട്ട് നമ്മുടെ രജിസ്റ്റേർഡ് മെയിൽ ID ഫോൺ നമ്പറിലോട്ടൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പാസ് കീയും ലോഗിൻ നമ്പറും ലോഗിൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം സെൻഡ് ചെയ്യുന്നു. Then before examination, please keep your identity proof, voter ID, driving license, Aadhaar card, passport, voter ID, etc. Okay, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല, അതായത് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ID കാർഡ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായി നമ്മുടെ കയ്യിൽ എക്സാമിൻ്റെ ടൈമിൽ വെച്ചിരിക്കണം. This needs to be uploaded on the online exam page before starting exam. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു ID കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടാവും. ആ സ്റ്റേജിലേക്ക് വേണ്ടി നമ്മുടെ എപ്പോഴാണോ എക്സാം എഴുതാൻ പോകുന്നത് ആ സമയം നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. പ്ലീസ് കീപ് യുവർ ലോഗിൻ ഡീറ്റെയിൽസ്, രജിസ്റ്റേർഡ് ID, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് പാസ് കീ ഷെയർഡ് ഓവർ മെയിൽ ഹാൻഡി in hard copy printout right on the paper before starting the mock exam. Once you open the exam page, you will not be able to access your mail files on your ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, എക്സെട്ര. എന്താ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രജിസ്റ്റേർഡ് മെയിൽ IDയിലോട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് എടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്തും രജിസ്റ്റേർഡ് ID-യും പാസ് കീയും എല്ലാം നമ്മുടെ പേപ്പറിനകത്ത് നമ്മൾ ഒന്നുകിൽ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ട് നമ്മുടെ പേപ്പറിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓൺസ് വി സ്റ്റാർട്ട് അറ്റ് എക്സാം, നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിവൈസ് വേറൊരു ആവശ്യത്തിന് വേറൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയോ മിനിമൈസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മളത് കയ്യിൽ തന്നെ വെച്ചേക്കണം. ദെൻ പ്ലീസ് സിറ്റ് ഇൻ എ ക്വറ്റ് റൂം, അതായത് നമ്മൾ വളരെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കേണ്ടത്. നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നുണ്ട്, സൗണ്ട് ഉണ്ടാകാത്ത ഒരു സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ട്രൈ ടു അവോയ്ഡ് ബ്രൈറ്റ് ലൈറ്റ് ബിഹൈൻഡ് യു, അതായത് നമുക്ക് ബാക്കിൽ എന്തെങ്കിലും വലിയ ബ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻസ്, വിൻഡോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റോ കാര്യങ്ങളോ ബാക്കിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുക. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഫേസിൻ്റെ ബാക്കിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെബ് ക്യാം എന്ത് ചെയ്യും, ബ്ലാക്ക് കളർ ആയി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പ്ലീസ് അപ്ഡേറ്റ് യുവർ ഗൂഗിൾ ക്രോം ആൻഡ് ഗീവ് പെർമിഷൻ ടു യുവർ വെബ് ക്യാം ആൻഡ് മൈക്രോഫോൺ ഫ്രം സെറ്റിംഗ്സ് ബിഫോർ യു ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഓൺ യുവർ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ. ഓക്കെ, അതായത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പേ വെബ് ക്യാം, നമ്മൾ ഈ പറഞ്ഞ ഗൂഗിൾ ക്രോം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം, ഗൂഗിൾ ക്രോം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും ഗൂഗിൾ ക്രോമിൻ്റെ വീഡിയോ ഇനേബിൾ ആക്കുക, മൈക്രോഫോൺ ഓൺ ആക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. Then exam will be start sharp at 10 AM. Please ensure you log at
10 itself. ഓക്കെ, കറക്റ്റ് 10 മണിക്ക് എന്ത് ചെയ്യും, എക്സാം സ്റ്റാർട്ട് ചെയ്യും. ആ 10 മണിക്ക് നമ്മൾ ലോഗിൻ ചെയ്യാൻ നോക്കണം. Please make sure you have enough power backup so that in case electricity failure, your laptop, computer, mobile does not shut down. Switch off. Also, please use a fast and reliable internet connection during the exam so that you do not face ഇൻ്റർനെറ്റ് ഇഷ്യൂസ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കറക്റ്റായിട്ടുള്ള ബാക്കപ്പ് ഇല്ലാത്ത ഒരു ലാപ്ടോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഇൻട്രപ്ഷൻസ് ഉണ്ടാകാനുള്ള റീസൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ദെൻ എക്സാം 10 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ പവർ ബാക്കപ്പ് നമ്മൾ കീപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ UPS ഒക്കെ ചാർജ് ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ നമുക്ക്. UPS ഒക്കെ ചാർജ് ചെയ്യുക അറൗണ്ട് 30 മിനിറ്റ്സ് വരെ നിൽക്കും. ഇൻ കേസ് പവർ സപ്ലൈ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ UPS ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ 10 to 30 മിനിറ്റ്സ് നമുക്കത് റെഡിയാക്കി നിൽക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ്റർനെറ്റ് ഒന്നിൽ കൂടുതൽ ഇപ്പോൾ ചില ആളുകൾ ഹോം ബേസ്ഡ് എക്സാം വേണ്ട മൊബൈൽ നെറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൊബൈൽ നെറ്റ് കണക്ഷൻ പോയി കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഹോട്ട്സ്പോട്ട് കൂടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് വയ്ക്കുക. എക്സാമിൻ്റെ ആ ഒരു 1 അവറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. To check the working functionality of your system, webcam and mobile phone, use the below link. examcocubes.com ചെക്ക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ലിങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ സംഗതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന സിസ്റ്റം നമുക്ക് ചെക്ക് ചെയ്യാം. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റ് ഫോർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇൻ്റർനെറ്റ് കണക്ഷൻ 1 to 4 MB/s. നോർമലി നമ്മുടെ കണക്ഷൻസിലെല്ലാം 1 to 4 MB/s കിട്ടാറുണ്ട്, പക്ഷേ റേഞ്ച് ഉള്ളിടത്തേ കിട്ടാറുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളത് വേണം. ദെൻ ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ വിത്ത് വെബ് ക്യാം ഓർ മൈക്രോഫോൺ ഫംഗ്ഷനാലിറ്റി വേണം. ലാപ്ടോപ്പ് ആണെങ്കിലോ കമ്പ്യൂട്ടർ ആണെങ്കിലോ അതിനകത്ത് വെബ് ക്യാമും മൈക്രോഫോൺ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റത്തില്ല. റെക്കമെൻഡഡ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ക്രോം ലേറ്റസ്റ്റ് വെർഷനാണ്, അപ്ഡേറ്റ് ചെയ്യണം. പല ആളുകൾക്കും ഫോണിനകത്ത് അപ്ഡേറ്റഡ് ഇതായിരിക്കത്തില്ല ഗൂഗിൾ ക്രോം. കാര്യം നമ്മൾ ഗൂഗിൾ ക്രോം കൂടുതൽ ഉപയോഗിക്കാത്ത ആളുകളായിരിക്കും, ഗൂഗിൾ സെർച്ച് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോമും ഗൂഗിൾ സെർച്ച് ആപ്ലിക്കേഷനും രണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിൾ ക്രോം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് ചെയ്താൽ മതി. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒന്നുകിൽ സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക, അതായിരിക്കും ബെറ്റർ. ഓക്കെ, സ്റ്റോർ ഉള്ളവർക്ക് വിൻഡോസ് 10 ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വിഷയമില്ല. വിൻഡോസ് 10 വിൻഡോസ് 8 ഒക്കെ ജെനുവിൻ വെർഷൻസ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോറി കയറ്റി തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുന്നവർക്ക് ആൻഡ്രോയിഡ് 5 or above. അപ്പോൾ നോ ഇഷ്യൂ. ആൻഡ്രോയിഡ് 5ൻ്റെ ബാക്കിലോട്ടുള്ള ഫോണുകളും നമ്മൾ ഇപ്പോൾ കുറേ ആളുകളുടെ ആരും ഉപയോഗിക്കുന്നില്ല. അപ്പം ഒരു നോർമൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ലാപ്ടോപ്പ് ആൻഡ്രോയിഡ് വെർഷൻ 5 ആണ്. ആൻഡ്രോയിഡ് വെർഷൻ 5ൽ കൂടുതലുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഫോണുകൾ. അപ്പോൾ നോ ഇഷ്യൂ. മൊബൈൽ ഫോൺ വിത്ത് ഫങ്ഷണൽ ഫ്രണ്ട് ക്യാമറ, അതൊരു ഇഷ്യൂ ആണ്. ആൻഡ്രോയിഡ് വെർഷൻ 5ൽ കൂടുതലായിരിക്കും, പക്ഷേ എന്ത് കാണത്തില്ല, അവർക്ക് ഫ്രണ്ട് ക്യാമറ കാണത്തില്ല. ഫ്രണ്ട് ക്യാമറ ഉള്ളതിനെ എഴുതാൻ പറ്റത്തുള്ളൂ. ദെൻ ഇറ്റ് ഈസ് ഓൾസോ റെക്കമെൻഡഡ് ടു യൂസ് ദ സെയിം സിസ്റ്റം ഫോർ ദ ആക്ച്വൽ ടെസ്റ്റ് ഓൺ 5th December 2020 ടു സേവ് ദ ടൈം ഫോർ ദ സിസ്റ്റം ചെക്കിംഗ് ആസ് വെൽ ആസ് ടു അവോയ്ഡ് എനി ഇൻകൺവീനിയൻസ് ഓൺ ദ ആക്ച്വൽ ഡേ ഓഫ് ദ എക്സാമിനേഷൻ. ഓക്കെ, നമ്മൾ ഈ സിസ്റ്റം ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റം ചെക്ക് ചെയ്യുന്നത് അതേ സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കണം മാക്സിമം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടത്. ദെൻ ഡ്യൂറിങ് ദ എക്സാമിനേഷൻ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ദ ടെസ്റ്റ് ഈസ് വെബ് ക്യാം ആൻഡ് മൈക്രോഫോൺ ഇനേബിൾഡ്. ഈ ടെസ്റ്റ് എന്ത് ചെയ്തിരിക്കണം, മൈക്രോഫോൺ ആൻഡ് വെബ് ക്യാം ഇനേബിൾ ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇഫ് വെബ് ക്യാം ഓർ മൈക്രോഫോൺ ഈസ് നോട്ട് ഡിറ്റക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് ദ ടെസ്റ്റ്, ദ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ നോട്ട് ലോഡ്. കൈൻഡ്ലി അലോ ദ വെബ് ക്യാം ദെൻ മൈക്രോഫോൺ ആക്സസ് ബിഫോർ ദ ടെക്സ്റ്റ്. എന്താ കഥ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനകത്ത് വെബ് ക്യാമോ നമ്മൾ ഈ പറയുന്ന മൈക്രോഫോൺ ഫെസിലിറ്റിയോ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഗൈസ്, നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് മൈക്രോഫോൺ ഇനേബിൾഡ് ആക്കിയിരിക്കണം. വെബ് ക്യാം അഡീഷണലി കണക്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അത് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നും കണക്ട് ചെയ്തതിന് ശേഷം നമ്മളത് ചെക്ക് ചെയ്ത് നോക്കണം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഒരു ഗൂഗിൾ മീറ്റിൽ ലിങ്കൊക്കെ എടുത്ത് നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, ദെൻ ഡു നോട്ട് പ്രസ് ബാക്ക് ഓർ റിഫ്രഷ് ഓർ ക്ലോസ് ദ വിൻഡോ ഡ്യൂറിങ് ദ എക്സാമിനേഷൻ. ഒരിക്കലും ബാക്ക് സ്പേസ് അടിക്കാനോ റിഫ്രഷ് ചെയ്യാനോ വിൻഡോ ക്ലോസ് ചെയ്യാനോ പറ്റത്തില്ല, പിന്നെ അത് നമുക്ക് റീകണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡു നോട്ട് സബ്മിറ്റ് ദ എക്സാമിനേഷൻ അൺലെസ് യു ഹാവ് അറ്റൻഡഡ് ഓൾ ദ ക്വസ്റ്റ്യൻ. ടെസ്റ്റ് ഓൺ സബ്മിറ്റഡ് വിൽ നോട്ട് ബി റീസെറ്റ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. ടെസ്റ്റ് ഒരിക്കൽ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീസെറ്റ് ചെയ്ത് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ മോക്ക് എക്സാം. ഓക്കെ, റിയൽ എക്സാമിൻ്റെ കേസാണ് പറയുക. മോക്ക് എക്സാമിനും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് വെറുതെ ചെയ്ത് നോക്കാൻ പറ്റുള്ള മോക്ക് എക്സാം അല്ല, ഇത് റിയൽ മോക്ക് എക്സാം ആണ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഒന്നേന്ന് അത് റീസെറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
യു നീഡ് ടു അറ്റൻഡ് ആൾ ദ ക്വസ്റ്റ്യൻസ് ഓഫ് ദ ടെസ്റ്റ് ഇൻ ഓൺ ഗോ. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓൾ ക്വസ്റ്റ്യൻസ് ആർ മാൻഡേറ്ററി, ദെയർ ഈസ് നോ നെഗറ്റീവ് മാർക്ക്. നോർമൽ പ്രൊവിഷനാണ്, നോർമൽ റൂളാണ്. എല്ലാ ക്വസ്റ്റ്യൻസും മാൻഡേറ്ററി ആണ്, നമുക്ക് എന്തില്ല ഇതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കത്തില്ല. ഇൻ കേസ് ഓഫ് പവർ ഫെയിലിയർ, ഇൻ്റർനെറ്റ് ഫെയിലിയർ, ഡു നോട്ട് പാനിക്, റീസ്റ്റാർട്ട് the test using the same login information from the same computer, laptop, mobile. You can change internet service provider or internet connection system. The test will be start from the same question which you have left earlier and the all attempted questions remain attempted. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പവർ ഫെയിലിയർ ഉണ്ടായാലും ഇൻ്റർനെറ്റ് കണക്ഷൻ കട്ടായി പോയി, ഞാൻ പറഞ്ഞില്ലേ, ഒന്നിൽ കൂടുതൽ ഹോട്ട്സ്പോട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഒന്നിൽ കൂടുതൽ പവർ ഫെയിലിയേഴ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ വിൽ ബി ദയർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉടനെ തന്നെ പവർ കണക്ഷൻ വന്നതിന് ശേഷം നമുക്കത് കണക്ട് ചെയ്ത് എക്സാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണോ പവർ കട്ട് ആയത്, ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും പോകത്തില്ല, അതെല്ലാം ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും, നോ ഇഷ്യൂ. ഓക്കെ, ഇൻ്റർനെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റ് കണക്ഷനും ചേഞ്ച് ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം, ലാപ്ടോപ്സും മറ്റു കാര്യങ്ങളും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. Then submit failure. Please don't panic. In case of internet failure at the time of submission, you can change the internet service provider and internet connection system. Do not change the computer, laptop, mobile. It will submit it automatically. This is a mock examination and will not affect your final exam. For final exam on 5th December, we will share the contact details of the technical help for timely resolution. എന്താ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റ് ഫെയിലിയർ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഒന്നുകൂടെ പുതിയതൊന്ന് റീകണക്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ടൈം കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ടൈം കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ചെയ്തില്ല, അതിന് ഓട്ടോമാറ്റിക്കലി അത് സബ്മിറ്റഡ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം, കമ്പ്യൂട്ടറോ എന്തെങ്കിലും ഡിവൈസസ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സബ്മിറ്റഡ് ആവും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊരു വെറും ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഇത് നമ്മൾ ഫൈനൽ എക്സാമിന് ഇത് എഫക്റ്റ് ചെയ്യത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ December 5th നടക്കുന്ന ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ടൈംലി റെസൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് അവരുടനെ പ്രൊവൈഡ് ചെയ്യും, ഷോർട്ട്ലി പ്രൊവൈഡ് ചെയ്യും. ഇൻ കേസ് ഓഫ് ക്വറീസ് ഡ്യൂറിങ് ദ മോക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ICMA exam support at cocubes.com or കോൺടാക്ട് ICMA ടീം. ഓക്കെ, ടീമിൻ്റെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരും. ഒന്നുകിൽ മെയിലേക്ക് അല്ലെങ്കിൽ ICMA ടീമിനെ നമ്മൾ കോൺടാക്ട് ചെയ്യാം. ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോർ മോക്ക് ടെസ്റ്റ് എക്സാം ഓൺ 25th November 2020. 25th November 2020 നമ്മൾ എടുക്കാൻ പോകുന്ന മോക്ക് ടെസ്റ്റ് എക്സാമിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. Please find below the details of your mock exam of Institute of Cost Accounts India Foundation course on 25th November 2020. അതിൻ്റെ ഒരു ഹെഡിങ് ആണ്, താഴെ പറഞ്ഞ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. യു ക്യാൻ അപ്പിയർ for the examination through any of the preferable devices like computer, laptop, desktop, recommended mobile, etc. ഓക്കെ, ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും കമ്പ്യൂട്ടറാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മൊബൈൽ ഫോൺസ് ഉപയോഗിക്കാം. എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഡെസ്ക്ടോപ്പൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ തന്നെ, ഡെസ്ക്ടോപ്പാണ് അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. Then please go through the candidate manual video and the test instructions as given link to manual test instructions എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ആ ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ മാനുവൽസ് ഉണ്ട്, ടെസ്റ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഓക്കെ, then please do not use the SAP tool before the exam date and time. ഓക്കെ, SAP ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഒരു അങ്ങനെ എക്സാം ഡേറ്റിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, SAP ടൂൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, SAP ടൂൾ എന്ന് പറയുന്ന സംഗതി നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. ദെൻ സ്റ്റെപ്പ് ടു സ്റ്റാർട്ട് ദ എക്സാമിനേഷൻ. ലാപ്ടോപ്പ് ഒരു കമ്പ്യൂട്ടറിലാണോ എന്നുണ്ടെങ്കിൽ ചെക്ക് ഇഫ് ദ സിസ്റ്റം ഈസ് കമ്പാറ്റബിൾ ഫോർ ദ ടെസ്റ്റ്. ഓക്കെ, സിസ്റ്റം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്പർ 1 ഇൻസ്ട്രക്ഷനകത്ത് തന്നിരിക്കുന്നത്. ഡൗൺലോഡ് ദ സേഫ് അസസ്മെൻറ്റ് ബ്രൗസർ. അതാണ് സേഫ് അസസ്മെൻറ്റ് ബ്രൗസറാണ് SAP എന്ന് പറയുന്നത്. സേഫ് അസസ്മെൻറ്റ് ബ്രൗസർ ടൂൾ ഫ്രം ദ ബിലോ ലിങ്ക്. താഴെ പറഞ്ഞിരിക്കുന്ന ലിങ്ക് ഉണ്ട്. ഏക്കകത്തൊരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ള ഒരു SAP ടൂൾ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും SAP ടൂൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. റൺ ദ SAP ഫോർ വിൻഡോസ് 10. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വിൻഡോസ് 7 8 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റൺ കൊടുക്കണം. റൺ കൊടുത്തതിന് ശേഷം SAP ടൂൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് റൺ കൊടുത്തതിന് ശേഷം എൻ്റർ CMA 2020 ഇൻ ആക്സസ് ടോക്കൺ. ആക്സസ് ടോക്കണിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, CMA 2020 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, സ്മോൾ ലെറ്റർ CMA 2020. Then click to start. Okay. Not please close all other applications and save your work before running the SAP tool. നമ്മൾ SAP tool റൺ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ ക്ലോസ് ചെയ്യണം. ദെൻ നമ്മൾ മൊബൈൽ ഫോണിലാണ് അത്
ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാപ്പ് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കും, ഡെസ്ക്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണ്. ദെൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ദ ആപ്പ് കോക്യൂബ്സ് അസസ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നമ്മൾ കോക്യൂബ്സ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഇവിടെ നമ്പർ 1 ലിങ്ക് തന്നിട്ടുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ലിങ്കാണ്. ബിഫോർ ദ എക്സാം പ്ലീസ് ഗോ ടു പ്ലേ സ്റ്റോർ ആൻഡ് അപ്ഡേറ്റ് യുവർ ഗൂഗിൾ ക്രോം ബ്രൗസർ. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ടും ഗൂഗിൾ ക്രോം ബ്രൗസർ എന്ത് ചെയ്തിരിക്കണം, അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ക്രോം ബ്രൗസർ അപ്ഡേറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൾ ആപ്ലിക്കേഷൻസിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അപ്ഡേറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ടത്, അതായത് കോക്യൂബ് അസസ്മെൻറ്റിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് CMA 2020. CMA സ്മോൾ ലെറ്റർ ആണ്, റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യുക, CMA 2020 എന്ന് പറയുന്ന ടേം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ഓൺ കണ്ടിന്യൂ, അത്രയും ചെയ്താൽ മതി. പ്ലീസ് നോട്ട് ദ ലോഗിൻ ഡീറ്റെയിൽസ് ബിഫോർ റണ്ണിങ് ദ ആപ്ലിക്കേഷൻ. ലോഗിൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിന് മുമ്പേ ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ എഗെയിൻ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ലോഗിൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, രജിസ്റ്റേർഡ് ID, നോട്ട് ഡൗൺ ഓൺ പേപ്പർ ബിഫോർ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നമ്മളൊരു പേപ്പറിനകത്ത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. രജിസ്ട്രേഷൻ ID എന്ന് പറയുന്നത് എൻ്റർ യുവർ ഓൺ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓർ രജിസ്ട്രേഷൻ നമ്പർ. ദെൻ രജിസ്റ്റേർഡ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റേർഡ് ഡേറ്റ് ഓഫ് ബർത്ത് ICMA തന്നിരിക്കുന്ന ICMAനകത്ത് നമ്മൾ ഫർണിഷ് ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കണം. പാസ് കീ വിൽ ബി ഇൻറ്റിമേറ്റഡ് ടു യു 1 day ബിഫോർ ദ ടെസ്റ്റ്. ഓക്കെ, പാസ് കീ നമുക്ക് മൊബൈൽ നമ്പറിലോ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോ മെയിൽ IDയിലോ ഒക്കെ നമുക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ട് നമുക്ക് അയച്ചു തരും. എക്സാം തുടങ്ങുന്നതിന് ഒരു ദിവസം മുന്നെയാണ് നമുക്ക് പാസ് കീ കിട്ടുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക, അല്ല കീപ്പ് ചെയ്ത് വയ്ക്കുക, റൈറ്റ് ചെയ്ത് വയ്ക്കുക. അത്രയാണ്. പിന്നെ എന്തെങ്കിലും ഫോർ ഇനീസ് ക്വറി, മോക്ക് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, ഈ മെയിലിലോട്ടൊരു മെയിൽ അയക്കുക, ICMA exam support@cocubes.com. ഓക്കെ, ഇതാണ് ഫൗണ്ടേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.